രാജീവ് ബാങ്ക് റോബറിയുടെ കോളല്ലേ ഇതെല്ലാം? അല്ലാത്തതോ അല്ലാത്ത കോളാടാ പൊട്ട. UK ഗ്യാങ് ഹൗസിൽ പോകാൻ പറഞ്ഞപ്പോ എല്ലാരും പോകും. ബാങ്ക് റോബറിന്റെ കോളാണ്. വണ്ടി എടുക്ക് ചെയ്ത്. എന്റെ വണ്ടി ഇല്ല. ഇവിടെ ബൈക്ക് എടുക്ക്. വണ്ടി ഞങ്ങളോട് വേറെ 4 പേരുണ്ട്, അവര് അടിക്കാന്ന് പറഞ്ഞു. എന്നെ കൊച്ചൊരു ഒന്ന് വെയിറ്റ് ചെയ്യണം. സിറ്റുവേഷൻ പോട്ടെ ഇപ്പൊ വരാം. ഒന്ന് സേഫ് ആയിട്ട് കിട്ടോ. എന്തുവാ എന്തുവാ നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. എന്ത് പിന്നെ എല്ലാവരും MRC എല്ലാവരും നീ വേറെ എന്തെങ്കിലും പേര് പറയോ? അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒഫീഷ്യൽ ആണ്. ഗ്യാങ് അസറ്റ്സ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എടുത്തുവിടാന്ന്. നമ്മൾ TV ഗ്യാങ് ഹൗസ് കഴിഞ്ഞു. രാജഭായ് നിങ്ങൾ എവിടെ ഉണ്ട്? ഓക്കെ നമ്മളെ ഫ്രണ്ടിലുണ്ട്. ഫോർവേഡ് വാ. ഓ ഈ ഭാഷ പീടി അടിച്ചോട്ടെ. അപ്പാപ്പനെ അടിച്ച ആരായാലും അടിക്കുന്നത്. BNV ആണോ ഡൗട്ട് ഇല്ല കേട്ടോ. അത് ഷാഗിയ ഉറപ്പാ. വെള്ള കളർ അപ്പാപ്പന മിസ്റ്റർ അപ്പാപ്പൻ എന്ന പേരുണ്ട് അതില്. എടാ ഉസ്മാന്റെ മോടിയില്ലേ, ഉസ്മാന്റെ ആ പറത്ത കണക്ക് 3 പേര്. ആരടിക്കുന്നേ? പോലീസ് ഡൗൺ ആണ്. 4 PD ഡൗൺ ആണ്. അപ്പാ ഗണ്ണുണ്ടോ അപ്പാ? ഇതിൽ എയറില്ല. വണ്ടിയിലുണ്ട്. എവിടെ അവന്മാര് പോലീസ്. ഈ PD എങ്ങനെ ഡൗൺ ആയേ? അവരടിച്ചിട്ടാണോ പീഡിയെ? അവരടിച്ചിട്ടാണ്. നമ്മളെ വണ്ടി അടിക്കാൻ വന്നവരാണ് ഇവരെ. PD അടിച്ചിട്ട് നമ്മളടിക്കാൻ വന്നവരാണ്. വണ്ടി എടുത്തോണ്ട് പോയി അവര്. കറക്റ്റ് UK ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടില്. UK ഗ്യാങ് ഹൗസിന്റെ എൻട്രൻസ്. പീഡിയുടെ ബാക്കപ്പ് നമുക്ക് സംസാരിക്കാം. സംസാരിച്ച് തീർന്ന പ്രശ്നമില്ല. ഇത് അടിച്ചു തീർക്കണം. പീഡിയോ പീഡിനെ അടിക്കണോ? സംസാരിച്ച കൈ നിൽക്കില്ല. പീഡിനെ അടിക്കല്ലേ. പീഡിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചോ. ഷേക്ക് വന്ന UK ഗ്യാങ് ഹൗസ്. ഇത് ബസ്സാണോ? ഒരു വണ്ടിക്കകത്ത് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ മിയു. അപ്പൊ മിയുന് പറഞ്ഞ ഷേക്ക് ഞാൻ UK ഗ്യാങ് ഹൗസ്. അവര് മെയിൻ ബാങ്ക് അടിക്കാൻ പോയതാ. അപ്പൊ ആ മെയിൻ ബാങ്കിന്റെ സിറ്റുവേഷൻ ഒരു വണ്ടി വന്ന് നമ്മുടെ അടുത്തോട്ട്. അപ്പാപ്പന്റെ അടുത്തൊരു വണ്ടിയാണ്. അപ്പാപ്പൻ എനിക്കൊരു വണ്ടി വാ. മൾട്ടിപ്പിൾ ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പൊ വന്ന് വണ്ടി ഉണ്ടോ ഫസ്റ്റ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അല്ലാത്തൊരു വണ്ടി കൊണ്ടുവാ. എടാ എവിടെ പോവാടാ? ഒരു വണ്ടി എനിക്ക് അപ്പൊ ബാക്കപ്പ് വണ്ടി വേണോ?
പെട്രോൾ തീർന്ന് രാജുബായിക്ക് ബാക്കപ്പ് പോ. ഫ്രണ്ടിൽ പോയ വണ്ടി രാജുബായിക്ക് ബാക്കപ്പ് പോ. ബാക്കപ്പ് വേണോ? ബാക്കപ്പ് വേണ്ട. നിങ്ങൾ ആ പോലീസ് വണ്ടിയിലാണ് ആ 3 പേര് ഇരിക്കുന്നത്. അത് മാത്രം നീയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായോ? അവന്മാരെ അടിക്കും കേട്ടോ. അവന്മാരെ അടിക്കുവേ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ അടിക്കും കേട്ടോ. പോലീസുകാരെ ഹോസ്പിറ്റലിൽ ബാക്കി അല്ലിതോളം പറഞ്ഞിട്ടുണ്ട്. അടിച്ചോ ബാബാ അവന്മാരെ അടിക്കും. അവന്മാരെ കിട്ടുവാണ് അടിച്ചോണേ രാജുബായി. ഒരു അവന്മാരെ പെട്രോൾ തീർന്നിരിക്കുകയാണ്. പെട്ടെന്ന് പോണം. എടാ എന്ത് സിറ്റുവേഷൻ ആണോ? ഹലോ അതെ ബാബാ. വേറെ UK ഗ്യാങ്ങോസിൽ നിന്ന് ഓഷ്യൻ ഹൈവേ വഴി വന്നോണ്ടിരിക്കുക മുതുക്കിലോട്ട്. നമ്മളും അവന്മാരും. വണ്ടിയുടെ കളർ പറ ഇറങ്ങി അടിക്കാനേ. പീടി വണ്ടി ഒരു പീടി വണ്ടിക്കകത്ത് നേരെ മുതുക്കുക. നമ്മൾ ഓഷ്യൻ ഹൈവേ മുതുക്ക് വന്നോണ്ടിരിക്കുക. ഒരു പീടി വണ്ടിക്കകത്ത് അവന്മാരുണ്ട്. ഇപ്പൊ ഇവിടെ അമര് നേരെ പോകുന്നു. മുതുക്കി നേരെ പോകുന്നു. ആ പീടി വണ്ടിന്റെ പിറ്റി. എടാ ഒരു പീഡിന്റെ ഡൗൺ ആക്കി. ഇതാരാ ഇത്? ഇക്രു എന്നെ വിളിച്ചിട്ട് ഞാനാന്ന് പറഞ്ഞു. KV ഗാംഗോസിന്റെ മുമ്പേ അടിക്കുന്ന ആരാ? പീഡി. എടാ അടിച്ചിട്ട് സാത്താനാടാ ഇത്. സാത്താനോ? വേണ്ടി സാത്താനാണ്. മറ്റേതാ ഇത് വീണ്ടും വിമാരാ. ഇതെന്താ സിറ്റുവേഷൻ? നമ്മളായിട്ടുള്ള സിറ്റുവേഷൻ ആണോ? അല്ലല്ലോ. പീടി വണ്ടിക്കത്തുള്ളമാര് നിങ്ങളുടെ ആരും ഇല്ലല്ലോ. ഞാൻ പീടി KV ഗ്യാങ്സിന്റെ ഫ്രണ്ടിലുള്ള അറ്റൻഡ് ചെയ്യുവാണേ. ആരാ അടിക്കുന്നത്? നല്ല ഒരു പീടിയില്ല. ഞാൻ വേറെ പീഡിനെ അടിച്ചാട്ടാ. അതില് സാത്താനായിരുന്നേ. എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്ന്. ഹലോ ഗോഡെ. പീഡി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. പീഡി വണ്ടിയിൽ അവരല്ല. പീഡി അല്ലായിരുന്നു. പീഡി വണ്ടിയിൽ അവരല്ല. പീഡി അല്ല. അവര് ബരസാറിന്റെ അടുത്ത് കൺസൾട്ട് എടുത്തായിരുന്നു നമ്മള്. അവരെ കൊന്നിട്ടാ പോയത്. സാർ പീഡി വരും സാർ. ദൈവമേ ചോദിച്ചു. ഹലോ മാക്കാണോ? ഇത് മാക്ക. ഇതാരാ അടിക്കുന്നത്? നോക്കണ്ടടി. ഞാൻ പൈനായിട്ട് പിള്ളേരെ കഴിയല്ലോ. അടിച്ചത് ആർമർ പോഷനോട് അടിക്കണ്ടായിരുന്നു. മയില് ആരാ മുകളിലൊക്കെ ആരടിച്ച്? എടാ കവർ തടിക്കാൻ മുകളിൽ നിൽക്കുന്നവരെ കാണണ്ടേ ആദ്യമേ? ആരുടെ പിയോ നോക്കും. അമ്മാനൊക്കെ എവിടെ?
VNV ഇതിനകത്ത് എവിടുന്ന് വന്ന്? ഓക്കെ അതിനകത്ത് മഞ്ഞൊക്കെയാണ് നമ്മളെ ഏത് ഗ്യാങ് കളക്കം എന്താണ് സാറേ ഈ നിലത്തടക്കുന്ന പുള്ളിക്കാരൻ? അവരിപ്പോ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ്. നിങ്ങൾ ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ PD സൈഡാണെന്നാ. PD സൈഡോ? ആ, PDന്റെ സൈഡിലെന്ന് മനസ്സിലായ? ഓനീലേ പോകുമ്പോ ആരെയും കൊന്നിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ഇതിനകത്ത് എന്താണിത്? ചാറ്റ് ആരും ഡിലീറ്റ് ചെയ്യല്ലേ? അസ്രേലെ എടാ സ്റ്റീവ് വെയിറ്റ് ചാറ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യല്ലേ? വെയിറ്റ് എനിക്ക് വായിക്കണം എന്താ സംഭവം. അത് കുഴപ്പമില്ല അത് അറിയാതെ പറ്റിയത്. ഞാൻ അവിടെ നിന്ന് സിറ്റുവേഷൻ എനിക്ക് ലീവായേ പറ്റുള്ളൂ. നീ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെ. പ്രശ്നായ ഇത് ഞാൻ TG ഡ്രാഗ് ചെയ്ത പോലെ ആവൂല്ലോ. ബാബു അല്ലേ ഇത്? കലന്തറാജിയിലില്ലേ? വണ്ടിയിലില്ലേ? ഹലോ, കലന്തനാജിനെ ഒക്കെ കൊണ്ട് നടക്കുന്ന നീ? ഓജിയാ? ബാബു ആ ഒരുത്തനെ പൊക്കട്ടെ, ഒരാൾ ചത്തുപോയി. അടിച്ചോ ഈ അടിച്ചോ. ഹലോ ബാബു വേണം. നീ മാറിക്കോ TG അങ്ങോട്ട്. ഇക്രു കലന്തറായി എന്ത് സംഭവം? ഇതെന്തിന് നിങ്ങൾ ഇത് എന്താ സംഭവം? ഇത് ആരൊക്കെ അടിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. സാത്താനൊക്കെ ഇല്ലേ, സാത്താനൊക്കെ അപ്പാപ്പനെ വണ്ടി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. വണ്ടി എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് അപ്പവന് കൊടുക്കാന്ന് പറഞ്ഞിട്ടും പീടി എന്തോ അവന്മാരെ ചേസ് ചെയ്ത് പിറ്റ് ചെയ്തോണ്ടിരുന്നു. അങ്ങനെ അവന്മാര് പീടി ആയിട്ട് വള്ളിയായി. പീടി അടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കൂടുതലായിരിക്കും അടി എന്തോ കൊണ്ട്. അത് അങ്ങനെയാണ് മാക്കിന് അടി. ആ അടിയാണ് നമ്മളിലോട്ട് വന്നത്. അമ്മമാര് പറഞ്ഞ് സോറി പറഞ്ഞ് ലീവ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് ലീവ് ചെയ്യാൻ ചോദിച്ചു. പീടി ആയിട്ട് അടിയാണ്, പീടി അടിക്കാൻ പോണെന്ന് പറഞ്ഞു. എനിക്ക് സാത്താൻ റേഡിയോ കണക്ട് ചെയ്ത് തന്നെ. സാത്താൻ റേഡിയോ കണക്ട് ചെയ്ത്. അല്ലല്ല, ഇതിനകത്ത് എല്ലാരും ഉണ്ട്.
ഇത് VNV അല്ലേ ഇത്? VNV ട്രിഗർ ഒക്കെ ഉണ്ടോ അവിടെ പറയുന്നുണ്ടല്ലോ VNV എന്ന്. ആരോ പറഞ്ഞു റേഡിയോ കോളാരോ ഇപ്പൊ എന്തോ റൂള് വന്നാണ് എന്ന് എനിക്ക് അറിഞ്ഞ ഫാമിലിനെയും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഹലോ എടാ എനിക്ക് ഇവനെ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ, എനിക്ക് സാത്താൻ ഒന്ന് റേഡിയോ കണക്ട് ചെയ്ത് തന്നെ ആരെങ്കിലും. ഇതിപ്പോ ബാക്കി ആരും കിട്ടിയില്ല, അത് ഷെയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പ്ലക്കിയല്ലേ മറ്റാ രാജു അതിനെ കാണുന്നില്ല. എടാ അമ്പാനിങ്ങ അമ്പാനോടെ മുതുക്കിലോട്ട് മക്കളെ. ഹലോ എല്ലാരും പൊങ്ങിയില്ലേ? പൊങ്ങി ഇത് എന്താ സിറ്റുവേഷൻ നല്ല പിടുത്തുണ്ടോ? എല്ലാരും അപ്പാപ്പന്റെ വീട്ടിലൊന്നും വരൂ. ആ വരാം. നമ്മളാരെങ്കിലും കേവിയുടെ പിള്ളേർ അടിച്ചാലോ? കേവിയുടെ പിള്ളേരെ ആരും അടിച്ചിട്ടില്ല. ആരും അടിച്ചിട്ടില്ല. അപ്പാപ്പന്റെ വീട്ടിൽ റീജോയിൻ അടിച്ചോ? അപ്പാപ്പന്റെ വീട്ടിലേക്ക് പോ വേമ്പോ നിർത്തണം. എങ്ങ് നിർത്തണം നേരെ അപ്പാപ്പന്റെ വീട്ടിലിട്ടോ. ഷെയ്ക്ക് പൊങ്ങിയിട്ടില്ല ഇതുവരെ. ഷേക്ക് മരിച്ചു. അത് പൊക്കാരെങ്കിലും സ്പൈഡറെ ഷെയ്ക്കിനെ തൂക്ക്. സ്പൈഡറിന്റെ അടുത്തെന്ന് പറഞ്ഞു. എടാ ഇത് അമ്മാപ്പന്റെ വണ്ടി എടുത്തോണ്ട് പോയ കേസിനാണ് ഞാൻ പോയത്. ഞാനും അതിന് വേണ്ടിട്ടാ പോയത്. അവന്റെ അടുത്ത് പറഞ്ഞ കേസ് ഇത് എനിക്ക് സാത്താനെ ഒരു റേഡിയോ കണക്ട് ചെയ്ത് തന്നെ. ഞാൻ അറിയാം. എടാ ഞാനിത് ഇവരുടെ പീഡി സിറ്റുവേഷൻ അറിയാണ്ട് രണ്ടുപേരും അടിച്ചിട്ടാ. അതിനുശേഷം അവർ അടി തുടങ്ങി. നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഞാൻ സ്പീഡിയുള്ള ഒരുത്തരം അടിച്ചിട്ട് പീഡി വേണ്ടിയിരുന്നത് അത് സാത്താനായിരുന്നു. എനിക്ക് സാത്താനോട് കണക്ട് ചെയ്താ പെട്ടെന്ന്. അപ്പാപ്പന്റെ വീട്ടിൽ സാത്ത അമ്മര് വള്ളിയാ ഫോൺ അണക്കാൻ ചാൻസ് ഇല്ല. അമ്മര് വള്ളി എടുത്തിട്ടുണ്ട് അവിടെ പീഡി ആയിട്ട് സിറ്റുവേഷൻ ആയിട്ട്. എന്താടാ അമ്പാനെ രണ്ടുപേരടിച്ചില്ലേ? എത്ര ആരിക്കുണ്ട് 4 പിക്ക് ചെയ്ത് എനിക്ക് അടിക്കാൻ അവസരം കിട്ടിയില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്ത് സംഭവം. ഞാൻ നോക്കിയപ്പോ എന്റെ ഫ്രണ്ടിൽ നിന്ന് ഇല്ലാണ്ട് അവന്മാരായിരുന്നു. പക്ഷെ ഞാൻ ശമ്പളമുള്ളവരാണെന്ന് 5 കിട്ടിയ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ച്. ബുള്ളറ്റ് ഇല്ല കയ്യില്. എന്റെ ഹീലിങ്സ് ഒന്നുമില്ല, അവനെ അടിക്കായിരുന്നേ. ബുള്ളറ്റ് തീർന്നു, പെട്ടെന്ന് ബുള്ളറ്റ് തീർന്നുണ്ട്. ഞാനിവിടെ വെറുതെ നിൽക്കുവായിരുന്നു. പീഡിയോട് ഗോഡിനോട് സംസാരിച്ചോണ്ട് മോളിൽ നിന്നൊക്കെ അടി കിട്ടുന്നു എനിക്ക്. മലയുടെ മോളിൽ നിന്നൊക്കെ വിട്ടു വിട്ടോ. ഗോഡിന് അടിച്ചോണ്ടിരുന്നപ്പോ മോളിൽ നിന്ന് അടി കിട്ടുന്നു. മറ്റേ VNV ഒരു ചുവന്ന ഡ്രസ് എടുത്തോണ്ടല്ലോ ഓർമ്മയുണ്ടോ? ഷാഗി ഞാൻ കണ്ട്. ഷാഗി ഉണ്ട് അതിന്റെ അകത്ത്. അതാ ഞാൻ കണ്ടപ്പോ VNV ഞാൻ ചോദിച്ചു വേണ്ട ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. ഞാനും അത് അവനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തൊക്കെയോ പറയുന്നു. വേറെ എന്തൊക്കെയോ എന്നോടല്ല സംസാരിക്കുന്നത്. അവൻ അടിച്ച് നീ ഇവിടെ കേവിയുടെ അടുത്ത് നിർത്തണ്ട പറയുന്ന അത് നമുക്ക് സംസാരിക്കും. ഇപ്പൊ റീജോനായിട്ട് അവിടെ പോ. അവിടെ ഇവിടെ നിർത്തിക്ക് എന്നെ നിർത്തി. ഞാൻ കേവി സാത്താനെന്തി സാത്താനോടെ സാത്താനെ ഒരു കാര്യം അത് ഇങ്ങി വന്ന് ആരടിച്ച് നിങ്ങൾ മറ്റേ ആരണ്ടൊന്ന് മറ്റേ നിങ്ങളുടെ വണ്ടിയാന്ന് കിടക്കുന്ന വണ്ടി അൺലോക്ക് ചെയ്യേണ്ട കടമ നിങ്ങളുടെ മനസ്സിലായി. അപ്പൊ നമ്മൾ ഓടിച്ച് അപ്പൊ നമ്മുടെ തന്നിട്ട് പുള്ളി ഒന്ന് മാസം ഇറക്കും അൺലോക്ക് നീ ഇറങ്ങണമെന്ന് കാണണല്ലോടാന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പുള്ളിയുടെ പേര് പറഞ്ഞാൽ പുള്ളിയുടെ ലാസ്റ്റ് ആണ് MRC എന്നുണ്ട് പുള്ളിയുടെ നമ്പർ പ്ലേറ്റില്. അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തി ഈ പീഡി നമ്മുടെ അടുത്ത് പിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പീഡിയുടെ കാര്യം പറഞ്ഞു നമ്മൾ കൊടുത്തോളാം വണ്ടി കൊടുത്തോളാം. അപ്പോഴത്തേക്കും പീഡി മറ്റേ വന്നിട്ട് ഇത് ഇപ്പൊ കൊടുക്കണം ഇപ്പൊ ഇറങ്ങണം മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞ നല്ല ഗുണം അങ്ങേറ്റം ഗുണന്മാര് ഒരു വണ്ടി പോലും നിർത്താൻ പോലും സമയത്ത് പിറ്റി മൂലം കിട്ടി. പിന്നെ UK ഗ്യാങ്സ്റ്റർ അവിടെ ഇട്ട് ഞാൻ അടിച്ച് ഇത് ഞാനേ ഈ പറയണേക്ക് നിന്നെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ മലയുടെ മുകളിൽ നിന്ന് ആരായിട്ട് ചുമ്മാ അടിച്ചിടുവാ. അതിന് ഞാൻ സാധാരണ അടിച്ച ആരും നമുക്ക് ഫയറിങ് വരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഷാഗിയെ ഇടയ്ക്ക് വെച്ച് കണ്ട് നിർത്തി സംസാരിച്ചു. അന്നേരം ഇവൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഹെൻസോയും പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ അടുത്ത് വന്ന് കൊണച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ ഷാഗിയുടെ അടുത്ത് നടുറോട്ടി ഇറങ്ങി സംസാരിച്ചു, പക്ഷെ ഇവർ റെസ്പോണ്ട് ചെയ്യണോ? ഞാൻ ചോദിച്ചു ഷാഗി നിങ്ങളാണോ? നിങ്ങളായിട്ട് നമുക്ക് സിറ്റുവേഷൻ ഇല്ലില്ല ഇത് അതല്ല, മനസ്സിലായി. മനസ്സിലായി നമ്മളാരോ അടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ആരോ നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ട്, അവിടെ നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. കാരണം ഇവിടെ സിറ്റിസൺ ഉണ്ട്, ഇത് നിങ്ങളും പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? നിങ്ങളും പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനെ കണ്ടിന്യൂ അല്ലേ? ഇത് അങ്ങനെ കണ്ടിന്യൂ അല്ലേ? എടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ ഡൗൺ ആയിട്ടുണ്ട്, അത് കഴിഞ്ഞു കേട്ടാ. നിങ്ങൾ പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തോ. ആരാ വിളിക്കണെന്ന് പറഞ്ഞു? ഇനോയാണോ? എവിടെ ഇനോ ഓൾറെഡി ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ദൈവം വന്നായിരുന്നു. ഞാൻ ദൈവത്തോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നെ അടിക്കുന്നത്. ദൈവം വരാൻ നേരത്ത് ഞങ്ങൾ അടി നിർത്താൻ നേരത്ത് പീടി ഈ മലയില് ഇവിടെ അല്ലേ മേളില് തൊട്ടുമേളില് അവിടെ വന്ന് ഞാൻ ഇവിടെ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടി കിട്ടുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനേ ദൈവത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അടിച്ച് ഡൗൺ ആക്കുന്നത്. സാൻഡ്വിച്ചായിരുന്നു. ഇല്ല അത് വിട്ട് നമ്മളായിട്ടുള്ള സിറ്റുവേഷൻ കഴിഞ്ഞു. നിർത്തിയായിരുന്നു, അടി നിർത്തിയായിരുന്നു. ഇക്കുറി അടിച്ച പ്രശ്നമാവല്ലോ, അത് വലിയ കേസാവല്ലോ. ഇക്രു റോട്ടില് ബൈക്ക് കൊണ്ടൊന്ന് കമന്ന് വീഴുന്നു. ഇവിടെ കിടന്ന് എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു, അതാ നല്ലത്. നമ്മൾ ഇല്ലില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗൺ ആയിട്ടുണ്ട്, വെറുതെ അത് നമ്മൾ ഇല്ലില്ല. കേൾക്കുന്നുണ്ടോ?